ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. എങ്ങനെ? 5 കാര്യങ്ങൾ. നമ്പർ 1, ഡീറ്റെയിൽഡ് ലേണിംഗ്. ഡീറ്റെയിൽഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച് ഒരു പബ്ലിക് എക്സാമിന് നിങ്ങൾ എഴുതി കഴിഞ്ഞു. പക്ഷേ ഇംപ്രൂവ്മെൻ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അതുപോലെയല്ല. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനേക്കാളും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു ശ്രമമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനേക്കാളും ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സമയം മാക്സിമം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സും ഏത് സബ്ജക്റ്റാണോ ഇമ്പ്രൂവ് ചെയ്യുന്നത് ആ സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ചിലർ 2 സബ്ജക്റ്റ് ആയിരിക്കും, മാക്സിമം 3 സബ്ജക്റ്റാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ആ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ആ സബ്ജക്റ്റ് നിങ്ങൾ ഏതിനാണോ ഫീസ് അടച്ചേക്കുന്നത് ആ സബ്ജക്റ്റ് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഓരോ ലെസൺസായി നിങ്ങൾ പഠിക്കുക, ടെക്സ്റ്റ് വായിക്കുക. അതിൽ നിന്ന് മൈന്യൂട്ടായി ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് ആൻസർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ വളരെ ഡീറ്റെയിൽഡായി പഠിച്ചെടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2, ഫോക്കസ് ഓൺ ദ ഹോൾ പോർഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഉണ്ട് അല്ലേ? ഫോക്കസ് ഏരിയയിൽ കുറച്ച് പോർഷൻസ് മാത്രമാണ് തന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് മാക്സിമം മാർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള നല്ലൊരു ചാൻസാണ്. കാരണം ഡബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫോക്കസ് ഏരിയ ലെസൺസ് ഉണ്ട് അല്ലേ? ആ ഡബിൾ ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ 80 മാർക്സിൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ അത് 80 മാർക്സിനാണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. പക്ഷേ 160 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പബ്ലിക് എക്സാമിന് എഴുതിയതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ആ 160 ക്വസ്റ്റ്യൻസിൽ തന്നെ 120 മാർക്സ് ഫോക്കസ് ഏരിയയും 40 മാർക്സ് നോൺ ഫോക്കസ് ഏരിയ ആ പോർഷൻസിൽ നിന്നായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് യു ഷുഡ് ഫോക്കസ് ഓൺ ദ ഹോൾ പോർഷൻ. ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ പബ്ലിക് എക്സാമിന് തന്നെ അറിയാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെയുള്ള ചില സബ്ജക്റ്റുകളിൽ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് ചോയ്സ് ഇല്ലാത്ത 8 ക്വസ്റ്റ്യൻസിൽ നിന്ന് വന്ന ആ പോർഷൻ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുമായിരുന്നു. അപ്പോൾ ഫോക്കസ് ഏരിയ അല്ലാത്ത പോർഷൻസിൽ നിന്നും വന്ന കുട്ടികൾക്ക് അത് എഴുതാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുള്ള എല്ലാ പോർഷനും ഒന്ന് ഓടിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ്, ഫോക്കസ് ഓൺ ദ ഹോൾ പോർഷൻ. പിന്നെ ഫോക്കസ് ഏരിയ നന്നായിട്ടൊന്ന് നോക്കിയേക്കുക. മിക്കവാറും നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ നല്ലവണ്ണം പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ഫുൾ മാർക്കും കിട്ടുന്നതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. പിന്നെ മറ്റു പോർഷനും കൂടെ കുറച്ചൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് ജയിക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന്. അപ്പോൾ ജയിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതിയാവും. ഇംഗ്ലീഷിന് 8 ലെസൺസാണ് ഫോക്കസ് ഏരിയയിലുള്ളത്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു പ്ലേലിസ്റ്റ് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും, സുനിതാസ് ഫേവറിറ്റ് വേൾഡ്. അതിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ ഫോക്കസ് ഏരിയ, ഇംഗ്ലീഷിൻ്റെ ഫോക്കസ് ഏരിയ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റാണ്. അപ്പോൾ ആ പ്ലേലിസ്റ്റിലുള്ള ഫോക്കസ് ഏരിയ ലെസൺസിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക. അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ലെസൺ മനസ്സിലാക്കുക. ലെസൺ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കേട്ട് എന്താണ് ലെസൺ എന്ന് മനസ്സിലാക്കുക. ലെസൺ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻസർ ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ പാറ്റേൺ പഠിക്കുക. ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്ന് ആ വീഡിയോ നോക്കുക. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതിന് ശ്രദ്ധിക്കേണ്ട 1-2 വീഡിയോസ് കൂടെയുണ്ട്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ +1 എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു തന്നു. ഇംഗ്ലീഷിന് A+ നഷ്ടമാകുന്നത് എങ്ങനെ? ഈ കഴിഞ്ഞ വാല്യുവേഷനിൽ പേപ്പേഴ്സ് നോക്കിയിട്ട് എവിടെയൊക്കെയാണ് കുട്ടികൾക്ക് A+ നഷ്ടമായിരിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് A+ നഷ്ടമാകുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയ ആ ഒരു ഇവാലുവേഷൻ്റെ രീതിയിലാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് തന്നത്. അപ്പോൾ ആ വീഡിയോ കിട്ടിയപ്പോൾ തന്നെ പല കുട്ടികളും പറയുന്നുണ്ടായിരുന്നു, ടീച്ചർ ഞങ്ങളോട് ഇത് നേരത്തെ പറയണമായിരുന്നു. അപ്പോൾ ഇനി ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ആ വീഡിയോയും കാണുക. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി എടുക്കുക. ഓക്കെ. നമ്പർ 3, റഫ് പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ്. ഏത് സബ്ജക്റ്റ് ആയാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം,
പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, നിങ്ങൾ പഠിച്ച പോർഷൻസിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മിക്കവാറും പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ആ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സെയിം ക്വസ്റ്റ്യൻ അല്ല, സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെയിം പോർഷൻ. 1-2 പ്രാവശ്യം ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പോർഷൻ ആ ഭാഗം ഒന്ന് നല്ലവണ്ണം പഠിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആകുമ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെ എഴുതണമെന്ന് പറയുന്നുണ്ട്. അതും സെപ്പറേറ്റ് പ്ലേലിസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ എടുക്കുക. കഴിഞ്ഞ വർഷത്തെ ഈ ലാസ്റ്റ് ഇയറിലെ പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എഴുതിയത് എങ്ങനെയാണ്, അല്ല ഇപ്പോൾ ഈ കഴിഞ്ഞ എക്സാം ഇംഗ്ലീഷ് എങ്ങനെ നിങ്ങൾ എഴുതി, എങ്ങനെയൊക്കെ എഴുതണമായിരുന്നു എന്നുള്ളത് ആ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ മറ്റൊരു ബെനിഫിറ്റ് എങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിന് 8 മാർക്സിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. 8 മാർക്സിന് സാധാരണ ചോദിക്കുന്നത് എസ്സേ, ആർട്ടിക്കിൾ, സ്പീച്ച്, പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും അത് ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷനാണ്. അപ്പോൾ +1 ആണ് നമ്മളിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. +1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് എ പോം, ആൻ അൺനോൺ പോം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് ഒരു സെയിം ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ നിങ്ങൾ പഠിച്ച പോയിൻറ്റിൻ്റെ തന്നെ ചോദിച്ചിരുന്നു, ഇഫ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാം. നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, +1 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ 2020 അല്ലെങ്കിൽ 2018 അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കിട്ടും. അതുപോലെ ഏത് സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ട, പ്രിൻ്റ് എടുക്കേണ്ട, നമ്മുടെ മൊബൈൽ തന്നെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഇൻ്റർനെറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ, എവറിത്തിങ് ഈസ് ഇൻ ഓൺ അവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്പർ 4, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. എങ്ങനെ നമ്മുടെ എക്സാം ടൈമിനകത്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും വളരെ ഭംഗിയായി എഴുതി തീർക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കാം. യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, സുനിതാസ് ഫേവറിറ്റ് വേൾഡ് ടൈം മാനേജ്മെൻറ്റ്. അങ്ങനെ ടൈം മാനേജ്മെൻറ്റിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ എക്സാം ഹാളിൽ കയറുന്നത് മുതൽ നമ്മൾ എങ്ങനെയാണ് ആ എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോ ഉണ്ട്, അത് നമുക്കെങ്ങനെ എക്സാമിനിടയ്ക്ക് ടൈം മാനേജ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് കൃത്യസമയത്തിന് നമുക്ക് എല്ലാ ആൻസേഴ്സും എഴുതി തീർത്താൽ മാത്രമേ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ അല്ലെങ്കിൽ ഭംഗിയായി എഴുതാൻ സാധിച്ചില്ല എങ്കിൽ അപ്പം തന്നെ നമുക്ക് വിലയിരുത്താം ഫുൾ മാർക്ക് പോയി. ഫുൾ മാർക്ക് വേണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ വളരെ കാര്യമായി നമുക്ക് നൽകിയിരിക്കുന്ന ടൈമിനകത്ത് എഴുതി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ അതിനുവേണ്ടി തന്നെ നമുക്ക് പഠിച്ചെടുക്കുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം വളരെ ഫാസ്റ്റായിട്ട് എഴുതുക. അത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പഠിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന സമയം തന്നെ നമുക്ക് നല്ലവണ്ണം യൂസ് ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ റെഡിയാക്കുക. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്യുക. സുനിതാസ് ഫേവറിറ്റ് വേൾഡ് ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ സെർച്ച് ചെയ്യുക. അത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കി ഓരോരുത്തരും അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടേതായ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ പല കുട്ടികളും വളരെ ഫാസ്റ്റായി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞു, ഏകദേശം പകുതിയായി കാണും. അങ്ങനെ പഠിച്ച് വളരെ കാര്യമായി നിങ്ങൾ എഫേർട്ട് എടുക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ടീച്ചർ, ഞാൻ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങളൊരു നല്ലൊരു ഡിസിഷനോടുകൂടെ തന്നെ ഫുൾ മാർക്കിന് വേണ്ടി സ്കോർ ചെയ്തേക്കുക. അഥവാ ആരെങ്കിലും ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടെ മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓ ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ പഠിച്ച് കഴിഞ്ഞു, ഞാനിനി ഇച്ചിരി ബാക്കിലാണ്, എത്രയോ പിന്നിലാണ് എന്ന് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും. അതനുസരിച്ച് നിങ്ങൾ എത്രയും വേഗം പഠിക്കുക. പിന്നെ ഞാനൊരു സഹായം കൂടെ നിങ്ങളോട് പറയുകയാണ്. ഈസി ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുന്നത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അത് മറ്റു കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തേക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള 5ാമത്തെ കാര്യം, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നായിരിക്കും, ആൻസർ വേറെ എഴുതുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യന് ടീച്ചേഴ്സ് ഫുൾ മാർക്ക് ഇടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സിനെല്ലാം ഫുൾ മാർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഷുഡ് ബി ടു ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങളുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ നിങ്ങൾ എങ്ങനെയും എഴുതിയാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. സോ യു ഷുഡ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. പ്രത്യേകിച്ചും വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്സ്, 8 മാർക്സ്, 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കണം. അല്ലാതെ ആ ലെസൺ റിലേറ്റഡ് ആയിട്ട് എഴുതിയാൽ ഫുൾ മാർക്ക് യു ഡോണ്ട് എക്സ്പെക്റ്റ് ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വെറും 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്പർ 1, ഡീറ്റെയിൽഡ് ലേണിംഗ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. നമ്പർ 2, ഫോക്കസ് ഓൺ ദ ഹോൾ പോർഷൻ. ഫോക്കസ് ഏരിയ മാത്രം പോരാ, മറ്റ് പോർഷൻസ് കൂടെ ഒന്ന് നോക്കുക. നമ്പർ 3, റഫർ പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ സബ്ജക്ട്സിനാണോ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നത് ആ സബ്ജക്ട്സിലെ പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്യുക. നമ്പർ 4, ടൈം മാനേജ്മെൻറ്റ്. നിങ്ങൾ എക്സാം ഹാളിലിരുന്ന് ടൈം മാനേജ് ചെയ്ത് വേണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ. ഓക്കെ, എക്സാം എഴുതുന്നതിന് വേണ്ടി. നമ്പർ 5, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ അനുസരിച്ച് തന്നെ ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഇംപ്രൂവ്മെൻ്റ് എക്സിന് ഫുൾ മാർക്കും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റിന് ഫുൾ മാർക്ക് കിട്ടട്ടെ. A+ന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് A+ കിട്ടട്ടെ. അതുപോലെ തന്നെ ജയിക്കുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് ജയിച്ചാൽ മതിയെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ജയിക്കുന്നത് മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യട്ടെ. എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് തന്നെ കിട്ടട്ടെ. ബെസ്റ്റ് വിഷസ്. ബൈ ബൈ.